D2020. സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്ത് സെന്റൻസ് എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ നോക്കി. സബ്ജക്റ്റ് എഴുതുക, പിന്നെ വേർബ് എഴുതുക, പിന്നെ ഒബ്ജക്റ്റ് എഴുതുക. അപ്പോൾ അതിനകത്ത് എന്താ ചെറിയൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് എഴുതണം. അല്ലെങ്കിൽ വേർബ് അതുപോലെ തന്നെ എഴുതാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് അതുപോലെ തന്നെ എഴുതാം. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒബ്ജക്റ്റ്. അതാണ് ഫോർമാറ്റ്. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് പഠിക്കണം. ആദ്യത്തെ സന്ദർഭമാണ് ഹാബിച്വൽ ആക്ഷൻസിനെ കുറിച്ച് പറയാൻ. ഹാബിച്വൽ ആക്ഷൻസ് എന്താണ്? ഈ ഹാബിച്വൽ ആക്ഷൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന, സ്ഥിരമായി ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. അതിനെയാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. വേറൊരു പേരുണ്ട് ഡെയിലി റൂട്ടീൻസ്. ഡെയിലി റൂട്ടീൻസ് ഹാബിച്വൽ ആക്ഷൻസ് ആണ്. അതായത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മാറാതെ തെറ്റാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഒരു 99% നമ്മളത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ല എന്ന് വരും, പക്ഷെ 99% നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് രാവിലെ എണീക്കുക, പല്ല് തേക്കുക, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മളത് ചെയ്യാതിരിക്കുമോ? എന്തെങ്കിലും ഒരു കാരണവശാൽ? ഇല്ല, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. പിന്നെ 1% എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ചിലപ്പോൾ ചെയ്യില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 99% നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം തരാണ്. ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കും. അപ്പം ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്. ഇതെൻ്റെ ഡെയിലി റൂട്ടീനാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കും. ഇത് ഇംഗ്ലീഷിലേക്ക് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഫോമാറ്റ് യൂസ് ചെയ്ത് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സബ്ജക്റ്റ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഞാൻ രാവിലെ എണീക്കും. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? ഐ ആണ് സബ്ജക്റ്റ്. ഓക്കെ, ഐ ആണ് സബ്ജക്റ്റ്. ഐ ആണ് ആദ്യത്തെ വാക്ക്. ഐ ഞാൻ എഴുതി. രാവിലെ എണീക്കും. എന്താണ് ഇവിടെ പ്രവൃത്തി? എണീക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രവൃത്തി. അപ്പോൾ എണീക്കുക എന്നുള്ളതിന് നമുക്ക് വേക്കപ്പ് എന്ന് പറയാം. വേക്ക് അപ്പ്, എണീക്കുക. ഓക്കെ, സോ ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. അതാണ് ഇവിടെ സെൻറ്റൻസ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് വെർബിന് ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഐ നമ്മളൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മാറ്റങ്ങളൊന്നും സബ്ജക്റ്റിന് വരുത്തുന്നില്ല. അപ്പോൾ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock, 6 AM. ഇതാണ് ഇവിടെ സെൻറ്റൻസ്. അതുപോലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നുള്ള സെൻറ്റൻസ് ആണ് അടുത്തത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് എൻ്റെ ദൈനംദിന ശീലത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? എൻ്റെ ഡെയിലി റൂട്ടീൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ ഞാനാണ്, ഐ ആണ് സബ്ജക്റ്റ്. കഴിക്കും എന്നുള്ളതാണ് എന്ത്? കഴിക്കാറുണ്ട് എന്നുള്ളതാണ് എന്ത്? നമ്മുടെ വേർബായിട്ട് വരുന്നത്, പ്രവൃത്തിയായിട്ട് വരുന്നത്. അപ്പോൾ ഐ ഈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ്. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സെൻറ്റൻസ് ആണ് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും സബ്ജക്റ്റ് ഐ ആണ്. ഐ വെള്ളം കുടിക്കാറുണ്ട്. കുടിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രവൃത്തി, അല്ലേ? ഐ ഡ്രിങ്ക് വെള്ളം, വാട്ടർ ആണ് ഇവിടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഡെയിലി ലൈഫിനെ കുറിച്ചാണ്, എൻ്റെ ഡെയിലി റൂട്ടീൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ മറ്റൊരാളുടെ ഡെയിലി റൂട്ടീനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതൊന്ന് നോക്കാം. അവൻ പല്ല് തേക്കും. എല്ലാവരും പല്ല് തേക്കാറുണ്ട്, അല്ലേ? നമ്മളെല്ലാവരും പല്ല് തേക്കാറുണ്ട്. അപ്പോൾ അവൻ പല്ല് തേക്കും എന്ന് ഞാൻ പറയുമ്പോൾ അത് അവൻ്റെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാണ്. അവൻ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അവൻ പല്ല് തേക്കാറുണ്ട് എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? അവനാണ് ഇവിടെ സബ്ജക്റ്റ്, അല്ലേ? അപ്പോൾ ഹി. പല്ല് തേക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ബ്രഷ് യുവർ ടീത്ത് അല്ലെങ്കിൽ ബ്രഷ് ഹിസ് ടീത്ത്. ബ്രഷ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ അവൻ പല്ല് തേക്കും. ബ്രഷ് ആണ് ഇവിടെ പ്രവൃത്തി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ആ ചെറിയ പ്രശ്നം?
സബ്ജക്റ്റ് സിംഗുലർ ആണ് അല്ലേ, ഈ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പം വെറുതെ നമുക്ക് ബ്രഷ് എന്ന് വേർബ് എഴുതാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? വേർബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. അപ്പം ഹി ബ്രഷസ് ഹിസ് ടീത്ത്, അവൻ്റെ പല്ല് തേക്കും. ഹി ബ്രഷസ് ഹിസ് ടീത്ത്, അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പം നിങ്ങളിത് എന്നോട് ചോദിക്കും, ഇതെങ്ങനെയാണ് ഡെയിലി റൂട്ടീൻ ആവുന്നത്? ചിലപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കാറില്ലെങ്കിലോ, അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറില്ലെങ്കിലോ? ശരിയാണ്, അവരെല്ലാ ദിവസവും ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടാവില്ല. പക്ഷേ ഇതവരുടെ ശീലമാണ് അല്ലേ, അവരുടെ ശീലമാണ്. എല്ലാ ദിവസവും അവർ ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ശീലമാണ്. ശീലങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ, എൻ്റെ, നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റാരുടെ ആയിക്കൊള്ളട്ടെ, ശീലങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നുള്ളത് അവരുടെ ശീലമാണ്. അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഫോമാറ്റ് യൂസ് ചെയ്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അവർ ആണ് ഇവിടെ സബ്ജക്റ്റ്. അവർ എന്ന സബ്ജക്റ്റ് നമ്മൾ ദേ എന്ന് പറയും അല്ലേ, ദേ. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കളിക്കുക, അതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി. സോ ദേ പ്ലേ ക്രിക്കറ്റ്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മാറ്റവും വരുത്തേണ്ട, അതുപോലെ തന്നെ നമുക്ക് സെൻറ്റൻസ് എഴുതാം. ദേ പ്ലേ ക്രിക്കറ്റ്. അടുത്ത നമ്മുടെ സെൻറ്റൻസ് ആണ്, അവൾ 10 മണിക്ക് ക്ലാസ്സിൽ പോകാറുണ്ട്. അവൾ 10 മണിക്ക് ക്ലാസ്സിൽ പോകാറുണ്ട്. ഇതും അവളുടെ ദിവസത്തിലെ കാര്യങ്ങളുടെ ഒരു ഭാഗമാണ്, അവളുടെ ദിവസത്തെ ശീലങ്ങളുടെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാവർക്കും അങ്ങനൊരു ശീലം ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പം എൻ്റെ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 9 മണിക്കാണ്. അപ്പം ഞാൻ രാവിലെ 9 മണിക്ക് ഓഫീസിൽ പോകാറുണ്ട്. നിങ്ങളിൽ പലർക്കും ചിലപ്പം 8 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ ആയിരിക്കും ഓഫീസിൽ പോകുന്നത്. അപ്പം നിങ്ങൾ 10 മണിക്കായിരിക്കും ഓഫീസിൽ ചെല്ലുന്നത്. ഇതെന്താണ്? നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. നമ്മൾ ഞായറാഴ്ചകൾ ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളും ശനിയാഴ്ചകളും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഇത് നമ്മുടെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാണ്, നമ്മുടെ ദൈനംദിന പ്രവൃത്തികളുടെ ഒരു ഭാഗമാണ്. സോ അപ്പം നമ്മൾ ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അവളാണ് ഇവിടെ സബ്ജക്റ്റ്. അവൾ, ഷീ. അവൾ 10 മണിക്ക് ക്ലാസ്സിൽ പോകാറുണ്ട്. ഇവിടെ അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? പോകുക എന്നുള്ളതാണ് അവളുടെ പ്രവൃത്തി. അപ്പോൾ ഗോ, എവിടേക്കാണ് പോകുന്നത്? ക്ലാസ്സിലേക്ക് 10 മണിക്ക്. അപ്പം ടു ക്ലാസ് അറ്റ് 10 AM. ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റാം? സബ്ജക്റ്റ് അനുസരിച്ച് എങ്ങനെയാണ് ഇവിടെ വേർബ് മാറുന്നത്? സബ്ജക്റ്റ് ഷീ ആണ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ വേർബിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഷീ ഗോസ് ടു ക്ലാസ് അറ്റ് 10 AM. അങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻസ്, നമ്മുടെ ശീലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ സ്ഥിരമായി 99% ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചും പറയാം. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഐ വേക്ക് അപ്പ് അറ്റ് 6 AM, ഐ ബ്രഷ് മൈ ടീത്ത്, ഐ ടേക്ക് എ ബാത്ത്, പിന്നെന്താ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ വെള്ളം കുടിക്കാറുണ്ട്, ഐ ഡ്രിങ്ക് വാട്ടർ. പിന്നെ ഞാൻ ചായ കുടിക്കാറുണ്ട്, ഐ ഡ്രിങ്ക് ടീ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്.